ഞാൻ നിങ്ങൾക്ക് 2 വീഡിയോ കാണിച്ചു തരാം. തലയിൽ നല്ല വെള്ള തലപ്പാവും നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, അതായത് ഉസ്താദന്മാർ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുള്ള 2 ആളുകളുടെ കല്യാണ വീഡിയോ ആണ്. ഇപ്പോൾ സ്വാഭാവികമെന്നോണം നിങ്ങൾ ചിന്തിക്കും, കല്യാണത്തിന്റെ പേരിൽ ഇപ്പോൾ നടക്കുന്ന പല ആഭാസങ്ങൾക്കും പേക്കൂത്തുകൾക്കും എതിരായി നല്ല രീതിയിലുള്ള ഒരു മാതൃക നൽകിക്കൊണ്ടുള്ള ഒരു കല്യാണ വീഡിയോ ആയിരിക്കുമെന്നാണ്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. വീഡിയോയിൽ നല്ല സിനിമാ പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ കൊടുത്ത് കല്യാണ വേദിയിൽ നിന്നുകൊണ്ട് വധുവും വരനുമൊക്കെ നല്ല ഡാൻസൊക്കെ കളിക്കുന്ന വീഡിയോ. ഏതായാലും ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ, ഇതാണ് ആ വീഡിയോകൾ. ഇതിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ മാറ്റിയിട്ടാണ് ഞാനിതിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ. അതോടൊപ്പം മുഖമൊക്കെ മറ്റും ബ്ലർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ കുട്ടികളും സ്ത്രീകളുമൊക്കെ ഉൾപ്പെടുന്നത് കൊണ്ടാണ് വീഡിയോ ബ്ലർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ നിങ്ങൾ കേൾക്കണം. നല്ല ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. നോക്കി, ഈ ഒരു വിഷയത്തിൽ ഒരു ഉസ്താദ് മനോഹരമായി കൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു മറുപടി കേട്ടതിന് ശേഷം ബാക്കി ഞാൻ കാര്യങ്ങൾ പറയാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുഹിബ്ബൻ ഔ മുസ്തമിയൻ ഫലാ തകുൻ ലഹു ഖാമിസ. ഒന്നിരിക്കും ഒരു ആലിമാവണം. അത് ഏതായാലും അല്ലാന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി. ഒരു ആലിമിന് പറ്റിയ പണിയല്ലല്ലോ അത്. ഔ മുതഅല്ലിമൻ, അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവണം. അതുമല്ല, ഒരു മുതഅല്ലിമിന് പറ്റിയ പണിയല്ലത്. തലീകെട്ടുകൾ നോക്കണ്ട. അത് ചിലപ്പോൾ വെറുതെ ഒരു പ്രഹസനത്തിന് കെട്ടിയതായിരിക്കും. തലയിലും കെട്ടിയിട്ട് മൊയ്തേമാരെ പറയിപ്പിക്കാൻ എന്തിനാ ഉസ്താദ് ഈ പണിക്ക് നിൽക്കണങ്ങള്? വേറെ എന്തെങ്കിലും പണിക്ക് നോക്കിക്കൂടങ്ങള്. പച്ച ഹറാമ്. ഉസ്താദേ, നിങ്ങൾ ഉസ്താദാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഈ വേഷത്തിനൊരു ബഹുമതി ഉണ്ട്, ഒരു ബഹുമാനുണ്ട്. അത് കളങ്കപ്പെടുത്തരുത് കേട്ടോ. ഒരുപാട് ഉസ്താദുമാരെ, ഒരുപാട് ആലിമീങ്ങളെ വേദനിപ്പിക്കുന്ന, അവരെ ചീത്ത പറയിപ്പിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്. നിങ്ങൾ മനസ്സിലാക്കണം. വിഷമത്തോടു കൂടെ പറയാണ്, ഞമ്മക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കല്, ഈ തലയിലൊക്കെ കെട്ടിയിട്ട് നമുക്ക് ജീവിക്കൽ, അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പണി ഒഴിവാക്കുക, ഈ തലയിക്കെട്ട് അയച്ചേക്കുക. ഇത് കെട്ടിയിട്ട് ഇപ്പണി എടുക്കല്ലേ. വളരെ വേദനയോടുകൂടെ പറയാണ്. കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി. എന്റെ വാക്കുകൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോളേ. ഇതിന് ബഹുമാനമുണ്ട്, ആദരവുണ്ട്, പവിത്രതയുണ്ട്. അത് കളങ്കപ്പെടുത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞിരിക്കുന്നു, വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിച്ചത്, അല്ലാഹു ആദരിച്ചത്, ആദരിക്കലും ബഹുമാനിക്കലും ഈമാനാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളോട് ദേഷ്യണ്ടായിട്ട് പറഞ്ഞതല്ല. നിങ്ങളുടെ ഈ പ്രവൃത്തി ഉസ്താദുമാർക്ക് വല്ലാത്തൊരു അടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഈ കെട്ടിയിട്ട് ഈ പരിപാടി നമ്മൾ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ ദീനാണ്. നല്ലത് മനസ്സിലാക്കാൻ, നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാം. നോക്ക്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എത്ര കൃത്യമാണ്. നോക്ക്, ഈ 2 കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ 2 ചെറുപ്പക്കാരും ഇവർ മുതഅല്ലിമുകളാണോ മതപണ്ഡിതന്മാരാണോ ഉസ്താദുമാരാണോ എന്നെനിക്കറിയില്ല. ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവർ ഇത്തരം പണിക്ക് ഇനിമേലാൽ നിൽക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇനി അതല്ല, ഒരു ഫാഷന് വേണ്ടി, ഒരു ട്രെൻഡിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ ആ പണി മാറ്റിവെച്ചേക്കുക. കാരണം ആ ഒരു വസ്ത്രത്തിന് മഹത്വമുണ്ട്, ഒരു വിലയുണ്ട്. തലയിലെ ആ തലപ്പാവിനും തൊപ്പിക്കും വെള്ളവസ്ത്രത്തിനുമൊക്കെ വലിയ മഹത്വം കൽപ്പിക്കുന്നുണ്ട്. അതിൻ്റെ വില കളഞ്ഞു കുളിപ്പിച്ചുകൊണ്ടാകരുത് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കേണ്ടത്. നമുക്ക് ഹൈന്ദവ സഹോദരങ്ങൾ, അവർ വളരെയധികം ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണുന്നവരാണ് ഉസ്താദുമാർ എന്ന് പറയുന്നത്. ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇത്തരം പേക്കൂത്തുകളും ആഭാസങ്ങളും കാണിക്കുമ്പോൾ അത് അത്തരം ഉസ്താദുമാരെയും ഇൽമു പഠിച്ചുകൊണ്ടുള്ള മുതഅല്ലിമീങ്ങളെയും മറ്റുള്ളവർക്ക് മുമ്പിൽ അവഹേളിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ഇത്തരം ആളുകൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ദീനീപരമായി ജീവിക്കാൻ ഒട്ടും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് റീൽസിന്റെ കാലമാണല്ലോ. എവിടെ തിരിഞ്ഞാലും എവിടെ നോക്കിയാലും റീൽസുകൾ മാത്രമാണ്. മറ്റുള്ള ആളുകൾ ഇത്തരം റീൽസുകളൊക്കെ ചെയ്തു കൂട്ടുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ ഇത്തരം ആളുകൾക്ക് സാധിക്കുന്നില്ല. അവർക്കും ഒന്ന് ട്രെൻഡാകണം, അവർക്കും ഒന്ന് ഫേമസ് ആകണം. ഞാനിതിനു മുമ്പ് പലതവണയായി ഇത്തരം കല്യാണത്തിന്റെ പേര് നടക്കുന്ന ആഭാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച് മുന്നോട്ട് വന്ന വ്യക്തിയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ വളരെയധികം മഹത്വമായി കാണുന്ന നിക്കാഹിന്റെ വേദികളിലും കല്യാണ വേദികളിലുമൊക്കെ
ആഭാസങ്ങളും പേക്കുത്തുകളും കാണിക്കുന്ന ഒരുപാട് വീഡിയോകൾ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. കേരളത്തിലെ മതപണ്ഡിതന്മാർ ഇത്തരം ആഭാസങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് തവണ മുന്നറിയിപ്പ് നൽകിയതുമാണ്. പക്ഷേ അതിലെല്ലാം വകവയ്ക്കാതെ, മുഖവേലക്കെടുക്കാതെ ഇത്തരം ആളുകൾ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് കല്യാണത്തിൻ്റെയും നിക്കാഹിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതലും ആഭാസങ്ങൾ കാണിക്കുന്നത് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ ആളുകൾ തന്നെയാണെന്ന് പറയേണ്ടി വരും. നോക്കൂ, ഞാൻ തുടക്കത്തിൽ കാണിച്ച ആ 2 കല്യാണ വീഡിയോകളിലുള്ളത് മുത്തഅല്ലിമാണെന്നുണ്ടെങ്കിൽ, മതം പഠിച്ചവരാണ് എന്നുണ്ടെങ്കിൽ, പിന്നെ ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. പേരുകൊണ്ടും വേഷവിധാനം കൊണ്ടും ഒരു മുസ്ലിമാണെന്ന് പറയും. പക്ഷെ കാണിക്കുന്നത് മുഴുവനും ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾ മാത്രമാണ്. നോക്കൂ, മുസ്ലിമുകളായ ആളുകൾ തന്നെ, ഞാനൊരു സ്വയം മുസ്ലിമാണെന്ന് അവകാശപ്പെടുന്നവർ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ മറ്റുള്ള ഇതര മതസ്ഥരായ സഹോദരങ്ങൾ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്ന, ഇസ്ലാമിനെക്കുറിച്ച് അറിയാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, 2 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അർഷാദ് പാറപ്പുറം എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ വീഡിയോ ചെയ്യുന്ന എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു മകളുടെ ചിത്രവും ആ മകൾ മനോഹരമായി ഓതുന്ന ദിക്റുകളുടെ വോയിസും എനിക്ക് അയച്ചു തന്നു. എന്നിട്ടേക്ക് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ മകളുടെ പേരെന്താണെന്ന് അറിയണ്ടേ? രാഹിത്യ രജീഷ് എന്നാണ് ആ പൊന്നുമകളുടെ പേര്. പ്രായം എത്രയാണെന്ന് അറിയണ്ടേ? വെറും 5 വയസ്സ് മാത്രമാണ് പ്രായം. ഏതായാലും അദ്ദേഹം അയച്ച ആ ഒരു വോയിസും അതോടൊപ്പം ആ മകൾ മനോഹരമായിക്കൊണ്ട് ദിക്ർ ചൊല്ലുന്ന ആ ഒരു വോയിസ് കൂടി ഞാനൊന്ന് കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഷമാദുഖാൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ റാഹത്തന്നല്ലേ? പിന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്ന ഈ വിഷയത്തെ, ഇത് എൻ്റെ വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള കുട്ടിയാണ്, നാട്ടുകാരാണ്. അപ്പോൾ ഈ കുട്ടിക്ക് മദ്രസയൊക്കെ പഠിക്കാനുള്ള താല്പര്യമുണ്ട്. വാഹനത്തിൽ കയറുമ്പോ പറയാനുള്ളത് സുബ്ഹാനല്ലദി സക്കർലന ആദാ വമാ കുന്നാ നബുക്കിരിനീൻ വഇന്ന ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബാത്റൂമിലേക്ക് പോകുമ്പോ പറയാനുള്ളത് അല്ലാഹുമ്മ ഇന്നി ഔദു ബിക മിനൽ ഹുബ്സി വൽ ഖബായിസി. കണ്ടില്ലേ, എത്ര മനോഹരമായിട്ടാണ് ആ മകൾ ദിക്റുകൾ ചൊല്ലുന്നത്. അദ്ദേഹത്തിന്റെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു മകളാണ്. ആ മകൾക്ക് മദ്രസയിൽ പഠിക്കാൻ വരെ താല്പര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നോക്കി, ഇവിടെ ആ മനോഹരമായി കൊണ്ട് ദിക്റുകൾ ചൊല്ലുന്നത് ഹിന്ദുമത വിശ്വാസത്തിൽപ്പെട്ട മാതാപിതാക്കളുടെ ഒരു മകളാണ്. ഇവിടെയാണ് നാം എല്ലാവരും ചിന്തിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ മക്കൾക്ക് ഈ മകൾ ചൊല്ലിയ ദിക്റുകൾ പോലെ വാഹനത്തിൽ കയറുമ്പോൾ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇത്തരത്തിലുള്ള ദിക്റുകൾ നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക. നിങ്ങളുടെ മക്കൾക്ക് അറിയുമോ എന്ന്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മക്കളിൽ എത്ര പേർക്ക് ഈ ദിക്റുകൾ അറിയാം? നിങ്ങളൊന്ന് സ്വയം വിലയിരുത്തുക, ചിന്തിക്കുക. നമ്മളെല്ലാവരും സത്യവിശ്വാസികളാണെന്നും മുസ്ലിമുകളാണെന്നും അവകാശപ്പെടുന്നവരാണല്ലോ. നമ്മളെല്ലാവരും സ്വയം വിലയിരുത്തേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങളാണിതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹത്തായ സന്താനങ്ങളാക്കി മാറ്റട്ടെ. നമ്മുടെ എല്ലാവരുടെയും ഈമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി തരുമാറാകട്ടെ.